നബാർഡിനെ സംബന്ധിച്ചിടത്തോളം കുണ്ടറം നീരുറവ പദ്ധതിക്ക് കുറെ പ്രത്യേകതകളുള്ളതാണ്. കാരണം ഇതാണ് ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സാങ്ഷൻ ചെയ്ത നീരുറവ വികസന പദ്ധതി. ഒരു നീരുറവ, നീരുറവയെ അടിസ്ഥാനമാക്കി ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ് കുണ്ടറം സ്പ്രിംഗ് ഷെഡ് പ്രോജക്റ്റ്. ആ പ്രദേശത്ത് വിഭാവനം ചെയ്ത രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനവും അതിൻ്റെ പ്രാവർത്തികമായ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ആ പ്രദേശവാസികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പഠനത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രോജക്റ്റ് നടപ്പിലാക്കുവാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത പ്രോജക്ട് ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയാണ് CRD, നീലേശ്വരം ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പദ്ധതി വളരെ മനോഹരമായിട്ട് അടുത്ത സ്റ്റേജിലോട്ട് എത്തിക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ നീരുറവകൾ അത് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പദ്ധതികൾ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഗ്രാമത്തിൻ്റെ, നീരുറവ ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ എല്ലാത്തിൻ്റെയും വികസനത്തിൻ്റെ ഒരു നല്ല നാഴികക്കല്ലാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പ്രോജക്റ്റിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ അതെന്തുമാത്രം പ്രാവർത്തികമായി എന്ന് അറിഞ്ഞതിന് ശേഷം ഇത് കണ്ടു പഠിക്കുവാനും ധാരാളം ഏജൻസികൾ അവിടെ വന്ന് ചെയ്യുന്നു. ഇതെങ്ങനെ നടപ്പിലാക്കുന്നു വെച്ചാൽ ആ പ്രദേശത്തിൻ്റെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ തിരഞ്ഞെടുത്ത വില്ലേജ് വാട്ടർഷെഡ് കമ്മിറ്റി, ഗ്രാമീണ നീർത്തട കമ്മിറ്റി, ഈ കമ്മിറ്റിയാണ് ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തതും ഈ പ്രോജക്റ്റ് ഇനി പരിപാലിക്കുന്നതും ഈ കമ്മിറ്റിയാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഇത്രയും വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ കമ്മിറ്റിയുടെ പങ്കാളിത്തവും കമ്മിറ്റ്മെൻറ്റും എക്സ്പീരിയൻസ് ഗെയിനിങ്ങുമാണ് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട്. ആ പ്രദേശത്തിൻ്റെ ഒരു സുസ്ഥിരത, സാമ്പത്തിക വളർച്ച ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാസർഗോഡ് ജില്ലയിൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ കുളിനീർ, ചേറങ്കല്ല്, ഈട്ടിത്തട്ട്, കുണ്ടാരം എന്നീ പ്രദേശങ്ങൾ നീരുറവകളാൽ സമ്പന്നമാണ്. ഉയർന്ന കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ് വേനലിലും തെളിനീര് നൽകുന്ന നീരുറവകൾ. 2019 നബാർഡിൻ്റെ സ്പ്രിംഗ് ഷെഡ് അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ സ്പ്രിംഗ് ഷെഡ് പദ്ധതിയായി 300 ഹെക്ടർ വിസ്തൃതിയുള്ള കുണ്ടാരം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് CRD തുടക്കമിടുന്നത്. ഓരോ നീരുറവയുടെയും വൃഷ്ടിപ്രദേശത്ത് പെയ്തിറങ്ങുന്ന മഴവെള്ളത്തെ വിവിധ തരത്തിലുള്ള മണ്ണിജല സംരക്ഷണ പ്രവർത്തികൾ നടപ്പിലാക്കുക വഴി നീരുറവയിലെ ജലലഭ്യത വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നീരുറവ പ്രദേശത്തിൻ്റെ റീചാർജ് സോൺ, ഹൈഡ്രോജിയോളജി, ഫ്രാക്ചർ സോൺ എന്നിവ സൂക്ഷ്മമായി വിലയിരുത്തിയുള്ള വിദഗ്ധരുടെ സന്ദർശനവും പഠനങ്ങളും കൂടാതെ പങ്കാളിത്ത ഗ്രാമ വിശകലനത്തിലൂടെ ശേഖരിക്കുന്ന അറിവുകളും അടിസ്ഥാനമാക്കിയാണ് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പദ്ധതി ഗ്രാമസഭയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 9 അംഗ വില്ലേജ് വാട്ടർഷെഡ് കമ്മിറ്റിയാണ്. പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ മുഗു, കുഞ്ചാർ നീർത്തടങ്ങളിലേക്കും മഹാരാഷ്ട്ര സത്താറ ജില്ലയിലെ പാഞ്ചഗണി സ്പ്രിംഗ് ഷെഡിലേക്കും നടത്തിയ പഠനയാത്ര പദ്ധതി നിർവഹണത്തിന് ഏറെ സഹായകമായി. കുണ്ടാരം പദ്ധതി പ്രദേശത്ത് വേനലിലും തെളിനീര് നൽകുന്ന 19 നീരുറവകളാണ് പദ്ധതിയുടെ ഭാഗമായി സംരക്ഷിച്ചിരിക്കുന്നത്. വെറുമൊരു കുഴി മാത്രമായി നിലനിന്നിരുന്ന ഉറവകളെ വൃത്തിയാക്കി വശങ്ങൾ കെട്ടി ബലപ്പെടുത്തി പാരപ്പറ്റ് കെട്ടിയുയർത്തി കമ്പിവല മൂടിയിട്ട് സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് പ്രധാനമായും ചെയ്തത്. നമ്മുടെ ഉറവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ 2 പ്രോജക്റ്റുകളിൽ വെള്ളം കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല നല്ല ശുചിത്വമുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുണ്ട്. വേറൊരു വീട്ടുകാരും കൂടി ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഉറവ കെട്ടി സംരക്ഷിച്ച മൂലം വളരെ ഉപകാരമുണ്ട്. നേരത്തെ ഉറവയിൽ മാലിന്യമൊക്കെ വീഴുമായിരുന്നു. ഇതുപോലെ വെള്ളമില്ലായിരുന്നു, കുറവായിരുന്നു. അനേകം ഉറവകളുള്ള ചേറങ്കല്ലിൽ പദ്ധതിയിലൂടെ ഒരു കുളം നിർമ്മിക്കുക വഴി ഇവിടങ്ങളിലെ റീചാർജ് കൂട്ടുവാനും അതിലൂടെ നീരുറവകളിലെ ജലലഭ്യത വർദ്ധിപ്പിക്കുവാനും സാധിച്ചു. കുന്നിനു മുകളിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ജലലഭ്യത വളരെ പ്രയാസകരമായിരുന്നു.
ദൂരെയുള്ള ഉറവകളിൽ നിന്ന് തലച്ചുമടായി കൊണ്ടുവരുന്ന വെള്ളം ശേഖരിച്ചു വെക്കാനും മഴവെള്ളം സംഭരിക്കുന്നതിനുമായി 500 ലിറ്റർ ശേഷിയുള്ള ടാങ്കുകൾ 18 കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ ഭാഗമായി നൽകി. വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പദ്ധതിയോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് ആ ടാങ്ക് കിട്ടിയതിനെ കൊണ്ട് വളരെ ഉപകാരമുണ്ട്. ഇപ്പോൾ ഈ പെയ്യുന്ന മഴയ്ക്ക് ഞങ്ങൾ വെള്ളം പിടിച്ചു. നേരെ നല്ല വൃത്തിയിൽ തുണിയെല്ലാം വെച്ച് കെട്ടി അതിനകത്ത് വെള്ളം അങ്ങനെയാണ് ഞങ്ങൾ അതിനകത്ത് വെള്ളം നിറക്കുന്നത്. രാത്രി വെള്ളം കിട്ടിയെങ്കിൽ ഇതിനകത്ത് നിറയുള്ളൂ, അല്ലെങ്കിൽ ഇത് എത്രയും കാണും. എന്നാലും പിടിച്ചു വെക്കാം. രാത്രി കിട്ടിയാൽ കുറേശ്ശെ അതിനകത്ത് നിറച്ച് വെക്കാം. നേരൊക്കെ വക്കറ്റിലും കുടത്തിലൊക്കെ പിടിച്ചു വെക്കും മുറ്റത്തോട്ട് കുറേശ്ശെ. പിന്നെ ഈ ടാങ്ക് കിട്ടിയ പിന്നെ നിറച്ചും പിടിച്ചു വെച്ചു. അത്ര ഉപകാരമുണ്ട്. 5 കിണറുകളിലാണ് ഡെമോൺസ്ട്രേഷൻ എന്ന നിലയിൽ റീചാർജിംഗ് പ്രവൃത്തി നടപ്പിലാക്കിയത്. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ 10,000 ലിറ്റർ വെള്ളം നമുക്ക് കിട്ടും. അത് ശുദ്ധീകരിച്ച നല്ല വെള്ളം. ഏതായാലും ഇതുകൊണ്ട് നല്ല പ്രയോജനം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ സകല ജലം ഇവിടെ തന്നെ നടക്കുന്നത്. ഈ മൃഗങ്ങളുണ്ട്, പിന്നെ ഇവിടെ കുളിക്കുന്ന അലക്കും സകല പരിപാടിയും ഇവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ താഴെ ഒരു കിണറുണ്ട്, അങ്ങോട്ട് ചെല്ലണം. ഇത് അതും പോകേണ്ട വന്നിട്ടില്ല. ഈ വേനൊക്കെ ഇക്കൊല്ലം നല്ല വേനലായിട്ട് പോലും നമുക്ക് വെള്ളം വേറെ എങ്ങും കൊണ്ടുവരേണ്ട വന്നില്ല. തോടുകളിലൂടെയുള്ള വെള്ളമൊഴുക്കിന്റെ വേഗത കുറച്ച് പരമാവധി വെള്ളം മണ്ണിലിറക്കി വശങ്ങളിലുള്ള ഉറവകളെ സജീവമാക്കി നിലനിർത്തുന്നതിനായി 25 കല്ലടുക്ക് തടയണകളാണ് വിവിധ തോടുകളിലായി നിർമ്മിച്ചത്. സസ്യവൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനും മഴവെള്ളം മണ്ണിലിറക്കുന്നതിനുമായി വിവിധ ഇനങ്ങളിലുള്ള ഫലവൃക്ഷ തൈകളും പദ്ധതി പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചു. മിതമായതും കാര്യക്ഷമവുമായ ജലസേചന രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 6 കർഷകരുടെ പ്ലോട്ടുകളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റവും സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ജാതിയുടെ ചോട്ടിൽ കൂടെ വലിയ പൈപ്പുമായിട്ട് വലിച്ചുകൊണ്ട് പോകണം. ആ ഇടയ്ക്ക് ജാതിയെ തട്ടും, ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ നമുക്ക് ഒന്നും അറിയണ്ട, ഓണാക്കി അങ്ങ് വിട്ടാൽ മതി. അതേ ഭയങ്കര ഗുണമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. നമുക്ക് പണി എളുപ്പം, നനയ്ക്കലേ ചോട്ടില്, പിന്നെ സമയം ലാഭം. ഓസ് വലിച്ചോണ്ട് നടക്കണ്ട. മുകളിൽ കൊണ്ട് കണ്ടാലേ വെള്ളം കുറവായ നനവ് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ മാന്തി നോക്കുമ്പോൾ അടിയിലേക്ക് വെള്ളം വലിഞ്ഞ് ആഴത്തിൽ ഇറങ്ങുന്നുണ്ട്. അത് ചെടികൾക്ക് ഗുണപ്രദമായി കിട്ടുന്നുണ്ട്. പദ്ധതി പ്രദേശത്തെ 100 കർഷകരുടെ പ്ലോട്ടുകളിലെ മണ്ണ് സാമ്പിൾ ശേഖരിച്ച് NPKയും സൂക്ഷ്മ മൂലകങ്ങളും തുടർച്ചയായി 2 വർഷങ്ങളിൽ പരിശോധിച്ച് ആവശ്യമായ വളപ്രയോഗ ശുപാർശകളടങ്ങുന്ന സോയിൽ ഹെൽത്ത് കാർഡും പദ്ധതിയുടെ ഭാഗമായി നൽകി. 10 ജലസ്രോതസ്സുകളിലെ ജലഗുണ നിലവാര പരിശോധന 2 തവണകളിലായി നടത്തുക വഴി പദ്ധതി നിർവഹണത്തിന് ശേഷം ജലസ്രോതസ്സുകൾ കൈവരിച്ചിരിക്കുന്ന ഗുണമേന്മ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉറവകളിലെ ശരാശരി ഡിസ്ചാർജ് 0.27 ലിറ്റർ പെർ സെക്കൻഡ് എന്നതിൽ നിന്നും 0.48 ലിറ്റർ പെർ സെക്കൻഡായി വർദ്ധിപ്പിക്കുവാനും 97% കൃഷിയിടത്തിലും ഉണ്ടായിരുന്ന മണ്ണിന്റെ അമ്ലത്വം 61% താഴ്ത്തിക്കൊണ്ടുവരുവാനും പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ജീവനോപാധി പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രധാനമായും ആടുവളർത്തൽ, തേനീച്ച കൃഷി എന്നിവയാണ് നടപ്പിലാക്കിയത്. 2 പെണ്ണാടുകളുള്ള യൂണിറ്റ് 46 കുടുംബങ്ങൾക്ക് നൽകി. 2 കിട്ടി, കൊടുത്തത് 3 കൊടുത്തു, 17. ഇനിയിപ്പം 6 ലോൺ അടച്ചു. 50,000 ആയിരുന്നു. അതിൻ്റെ പലിശയും കുറച്ച് അടച്ചു. 5 തേനീച്ച കോളനിയും കൂടുമടങ്ങുന്ന യൂണിറ്റ് 45 കുടുംബങ്ങൾക്ക് നൽകുക വഴി ചെടികളിലെ പരാഗണത്തെ പരിപോഷിപ്പിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാധിച്ചു. മത്സ്യകൃഷി പദ്ധതി പ്രദേശത്തെ പരിചയപ്പെടുത്തുന്നതിനായി 2 കർഷകർക്കാണ് നൽകിയിരിക്കുന്നത്. പദ്ധതിയിലെ പ്രധാന മേഖലയാണ് പരിശീലന പ്രവർത്തനങ്ങൾ. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഊന്നിയുള്ള വിവിധ പരിശീലനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നൽകിയത്. വിവിധ തലങ്ങളിലുള്ള നബാർഡ് ഒഫീഷ്യൽസിന്റെ പദ്ധതി സന്ദർശനങ്ങളും നിർദ്ദേശങ്ങളും പദ്ധതി സമയബന്ധിതവും കാര്യക്ഷമവുമായ നിർവഹണത്തിന് ഏറെ സഹായകമായിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്പ്രിംഗ് ഷെഡ് പദ്ധതി എന്ന നിലയിൽ
മറ്റ് ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമുള്ളവർക്ക് പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇടമായി മാറാൻ കുണ്ടാരം സ്പ്രിംഗ് ഷെഡിനും വില്ലേജ് വാട്ടർഷെഡ് കമ്മിറ്റിക്കും സാധിച്ചിട്ടുണ്ട്.